ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് ഒത്തിരി പ്രിയരുമായ, എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ തൽപരരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർത്തുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിച്ച് ദൈവീക നന്മകൾ നമ്മളിൽ പകർന്ന് നിങ്ങൾ ധന്യരാകട്ടെ. ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകട്ടെ. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിന് തക്കവട്ടം നിങ്ങൾ പ്രകാശിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് ഗ്രഹിച്ച് അതിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് പങ്കുവയ്ക്കുവാൻ ഇന്ന് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ മുതിരുകയാണ്. ദൈവത്തിൻ്റെ കൃപകൾക്ക് തക്കവണ്ണം ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം യെശയ്യാ പ്രവചനം 41 അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിൻ്റെ 19 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാവ് 41:19. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ച് പിടിപ്പിക്കും. ഒന്നോടെ ആ വാക്യം ശ്രദ്ധിച്ചു കേട്ടോളുക. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ച് പിടിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കാം, നിങ്ങളുടെ ഓർമ്മയിൽ കാണും. വേദപുസ്തകത്തിനകത്ത് കർമ്മനിരതനായ ദൈവം, അഥവാ ഒരു കാര്യവും ചെയ്യാതെ കയ്യും കെട്ടി ഒരിടത്ത് കൊണ്ടിരുത്തിയാൽ അവിടെ ഇരിക്കുന്ന ഒതുങ്ങിപ്പോയ, പ്രവർത്തിക്കാൻ ശക്തിയില്ലാത്ത, യാതൊരു കാര്യങ്ങളും ചെയ്യാത്ത, കൊണ്ടുവച്ചെടുത്തിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവം. എപ്പോഴും ദൈവം കർമ്മനിരതനാണ്. ചില മാതാപിതാക്കളെക്കുറിച്ച് മക്കൾ പറയും, അപ്പനും അമ്മയും വീട്ടിലിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും പറമ്പിൽ കിടന്നങ്ങ് പണിയാണ്. വയസ്സ് 75 കാണും, 72 കാണും, 80 കാണും. എപ്പോൾ നോക്കിയാലും കപ്പ നട്ടും ചേമ്പ് നട്ടും ഇഞ്ചി നട്ടും പറമ്പിൽ കൂടെ കൊത്തിയും കളച്ചും നടക്കുന്ന മാതാപിതാക്കൾ ഇന്നുമുണ്ട്. ആ കാലം തീർന്നു പോവുകയാണ്. മണ്ണും ഭൂമിയൊക്കെ വെറുതെ തരിശായി കിടക്കുകയാണ് ഈ കാലഘട്ടങ്ങൾ. എന്നാൽ പഴയ ചിലരെങ്കിലും എപ്പോഴും പുരയിടത്തിൽ നിന്ന് കയറാതെ, കൃഷിസ്ഥലത്ത് നിന്ന് കയറാതെ എപ്പോഴും കർമ്മനിരതരായിരിക്കുന്നവർ, അവർക്ക് ദീർഘായുസ്സുണ്ടാകും. അവർക്ക് ഈ കൊളസ്ട്രോളും BP ഒന്നും കാണുകയില്ല. അവർ ബലപ്പെട്ടിരിക്കും. ഇന്നും എപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവം അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. ഏത് സമയത്തും ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മെ നോക്കി നാം ചെയ്തതൊത്തോ ഒത്തില്ലയോ എന്ന് നോക്കി കുറ്റം വിധിക്കാനും ന്യായം വിധിക്കാനും ഇരിക്കുന്ന ഒരു ന്യായാധിപൻ മാത്രമായി ദൈവത്തെ കാണരുത്. എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവം. ഒന്ന് മനസ്സുകൊണ്ട് ആ വാക്കൊന്ന് വിശ്വസിച്ചേ എൻ്റെ സഹോദരങ്ങളെ. ഇപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നാം ദൈവത്തെ വിശ്വസിക്കുമ്പോൾ, നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, നാം ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ ദൈവമേ എന്ന് ആഴക്കുഴിയിൽ കിടന്നുകൊണ്ട് വിളിക്കുമ്പോൾ, എന്തുമാകട്ടെ, ഇവിടെ എല്ലാം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഈ വേദപുസ്തകത്തിനകത്ത് മുഴുവൻ എപ്പോഴും പ്രവർത്തിക്കുന്ന, മനുഷ്യരെ ശ്രദ്ധിക്കുന്ന, അവന് വേണ്ടി എപ്പോഴും വിചാരിക്കുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വിധത്തിൽ എപ്പോഴും ഞാൻ ഞാൻ മനുഷ്യനെന്ന് പറയുമ്പോൾ അതിനകത്ത് വാസ്തവത്തിൽ ഒരു അടുപ്പമില്ലാതെ പോകും. എന്നാൽ ഞാൻ എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കും, എന്നെക്കുറിച്ച് പറയും, എന്നെക്കുറിച്ച് എപ്പോഴും വിചാരമുള്ള, എനിക്ക് വേണ്ടി എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന, എനിക്ക് വേണ്ടി എപ്പോഴും വിചാരിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. എത്ര സന്തോഷത്തോടെ ഞാനത് പറയുന്നതെന്നറിയാമോ? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടെന്നറിയില്ല. എന്നാ ദൈവം മിണ്ടാത്ത, എന്നാ ദൈവം പ്രവർത്തിക്കാത്ത, എന്നാ ദൈവം കൈയും കെട്ടിയിരിക്കണ്ടേ എന്നൊരു ഗതികേട് നമ്മുടെ ദൈവത്തെക്കുറിച്ചില്ല. വേദപുസ്തകം മുഴുവൻ ദൈവം മനുഷ്യർക്ക് വേണ്ടി, തൻ്റെ തിരുസഭയ്ക്ക് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതാ വളരെ വ്യത്യസ്തവും വിചിത്രവും, ഓർത്തു നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകത്തക്ക രീതിയിലുള്ള ഒരാലങ്കാരിക പ്രയോഗത്തോടെ പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ അവതരിച്ചിരിപ്പിക്കുന്ന ഒരു പ്രത്യേക ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തത്. എന്താ പറയുന്നത്? ദൈവം, ഞാൻ മരുഭൂമിയിലെന്ന് പറയുന്നത് ദൈവം പറയുക. ദൈവം
മരുഭൂമിയിൽ ദേവദാരുവും ഖദിരമരവും കൊഴുന്തു ഒലിവൃക്ഷവും നട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളതൊന്ന് കണ്ടേ, ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലൊന്ന് കണ്ടേ. ദൈവം മരുഭൂമിയിൽ കൃഷി ചെയ്യുന്നു. പുല്ലും പോച്ചയും കയറി കാട് പിടിച്ച് ആർക്കും ഉപയോഗമില്ലാതെ കിടക്കത്തക്ക രീതിയിൽ അങ്ങനെ കിടക്കുകയല്ല. മനോഹരമായ വിലയേറിയ ഫലപുഷ്ടിയുള്ള പ്രയോജനപ്പെടുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ചു പിടിപ്പിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ എഴുതിയത്? അക്ഷരീകമായി ദൈവം മരുഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് ഈ പണി വിത്തും ചെടിയും കൊണ്ട് നട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെയല്ലെന്ന് എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇതൊരു ആത്മീകവൽക്കരിക്കപ്പെട്ട ചിന്തയായിരിക്കണം. ഇതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയും നിർജ്ജന പ്രദേശവും അങ്ങനൊരു കൺസെപ്റ്റ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലില്ല. ഭൂമിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ എന്താ പറയുന്നത്? അത് ഫലപുഷ്ടിയുള്ളതും മനുഷ്യർക്ക് ഉള്ളതും അവർക്ക് പാർക്കാൻ തക്കവണ്ണമുള്ളതും ആയിരിക്കണമെന്നും. ആദാമിനോട് പറഞ്ഞാൽ എന്താ? ഭൂമിയുടെ കുറേ ഭാഗങ്ങൾ എന്നും ആരും പാർക്കാതെ പിശാചും നരിച്ചീറും എല്ലാം കയറി ഇറങ്ങി അങ്ങനെ കാട്ടുമൃഗങ്ങൾക്ക് വിഹാരമായി കിടക്കണമെന്നുള്ളതല്ല. സർവശക്തനായ ദൈവത്തിൻ്റെ ആഗ്രഹം ഭൂമി നിറയണം. അങ്ങനെയല്ലേ ഉൽപ്പത്തി പറഞ്ഞിരിക്കുന്നത്. നിർജ്ജനം എന്ന് പറഞ്ഞാൽ ആളും പേരും പാർപ്പും ഒന്നുമില്ലാതെ ഇങ്ങനെ മുടിഞ്ഞു കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല ദൈവം. ഉൽപ്പത്തിയുടെ ആദ്യത്തെ അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: പാഴും ശൂന്യവുമായി തീർന്നു. പാഴും ശൂന്യവും ആക്കി വയ്ക്കുക എന്നതല്ലായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ. അങ്ങനെ ആയിത്തീർന്നതാണ്. അപ്പം ദൈവം എപ്പോഴും ഈ മനോഹര ഭൂമിയെ പാഴായും മരുഭൂമിയായും ശൂന്യമായും ഇട്ടുകൊണ്ടിരിക്കാൻ തൽപരനല്ല. എങ്ങനെയൊക്കെയോ ഇനി മരുഭൂമി ഉണ്ടായത് എങ്ങനെയാണ്, ശൂന്യത വന്ന് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോയ ഒരു ഗംഭീര പ്രസംഗമാക്കേണ്ടി വരും. അതിന് കരുത്തുള്ള ആരെങ്കിലും ഈ ഭാഗത്തിൻ്റെ മറുഭാഗം പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരു പ്രഭാഷണ വേദിയിൽ പറഞ്ഞാട്ടെ. എങ്ങനെയാണ് ഈ ഭൂമി മരുഭൂമിയായി മാറിയത്? എങ്ങനെയാണ് നിർജ്ജനമായി, ആരുമില്ല, തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ വേദപുസ്തകത്തിൽ നിന്ന് ചിന്തിച്ചെടുക്കുക. ഞാനതിൻ്റെ നല്ല ഭാഗം മാത്രം പറഞ്ഞു നിർത്താം. ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മരുഭൂമി എന്നും മരുഭൂമിയായി കിടക്കണം. നിർജ്ജനം എന്ന് പറഞ്ഞാൽ ആളനക്കമില്ലാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം എന്നും അങ്ങനെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഭയങ്കര പ്രതീക്ഷയുള്ളവനാ ദൈവം. ആ ദൈവം മരുഭൂമിയെ മലർവാടിയാക്കുക. വേദപുസ്തകത്തിലെ മരുഭൂമി ഭൂമിശാസ്ത്രപരമായിട്ട് വെറും തരിശു നിലമായി കിടക്കുന്ന മണൽക്കാടുകളെ മാത്രമല്ല കുറിക്കുന്നത്. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം മരുഭൂമി അവരുടെ ആത്മീയ അവസ്ഥകളാണ്. ബൈബിളിൽ എത്രയോ പ്രാവശ്യം എത്രയോ ആത്മീയ ദൂതുകൾക്ക് എത്രയോ പേരെ ആത്മീകവൽക്കരിക്കപ്പെടാൻ വേണ്ടി ഉപകരിക്കപ്പെട്ടിരിക്കുന്നൊരു പ്രയോഗമാണ് മരുഭൂമി എന്നത്. ആ മരുഭൂമി എന്നും മരുഭൂമിയെ കിടക്കാൻ ദൈവം അനുവദിക്കില്ല. പോയത് പോട്ടെ, ഉണങ്ങിപ്പോയതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമല്ല. പിന്നെയോ മരുഭൂമിയുടെ അവസ്ഥയെ ദൈവമായ കർത്താവ് മലർവാടി, അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞു ശീലിച്ചത്, അതുപോലെ നല്ല മരങ്ങളും ഫലപുഷ്ടിയുള്ളതും നട്ടുപിടിപ്പിക്കുക. ഞാനിതിനെ ഈ വാക്യത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചേർത്ത് വെച്ചോട്ടെ. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം ഇതുപോലെ ആയേക്കാം. മരുഭൂമിയും നിർജ്ജനവും. നിർജ്ജനം എന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാനില്ല, ആരും വിളിക്കാറില്ല, നമ്മുടെ അടുക്കിലേക്ക് ആരും വരാറില്ല, ഒറ്റപ്പെട്ട് കിടക്കുക, ആരുമില്ല, ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും പലരും ചിന്തിക്കാറില്ല. അങ്ങനെ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയവരും എല്ലാം കൊഴിഞ്ഞ് ഉണങ്ങി താഴെ പോയിട്ട് വെറും വരണ്ട നിലത്ത് നിൽക്കുന്നത് പോലെ ഉരുകി ഉരുകി നിൽക്കുന്നവരുമായിരിക്കുന്ന അവസ്ഥ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ഒരു വെളിപ്പാട് വചനത്തിലൂടെ തരികയില്ല. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക, ഒറ്റയ്ക്ക് എല്ലാവരും പറന്നകന്നു പോയി. ഏതോ സ്ഥലത്ത് 24 മണിക്കൂറിനെ 240 ദിവസം പോലെ തള്ളിത്തള്ളി നീക്കുന്ന, സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഒറ്റയ്ക്കാകുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും. മരുഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് സമയം അങ്ങ് നീങ്ങുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോകും.
എല്ലാവരും ഉണ്ട്, മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉള്ളപ്പോൾ പെട്ടെന്ന് നമ്മൾ സാധാരണ പറയില്ലേ, ഈ അവധിക്ക് വരുന്നവർ പറയില്ലേ, എത്ര പെട്ടെന്ന് ഒരു മാസം പോയേ, അയ്യോ 2 ആഴ്ച ഇന്നലെ അങ്ങ് വന്നു. എന്താ കാരണം? എല്ലാവരും ഉണ്ടെങ്കിൽ, എല്ലാവരുടെയും കൂടെയാണെങ്കിൽ ഇങ്ങനെ സമയം പോവും. നമ്മൾ ആയുസ് തീരുന്ന പോലും അറിയില്ല. എന്നാൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവരോട് ചോദിക്കുക, ജയിലിൽ കിടക്കുന്നത് പോലെ ദിവസങ്ങൾ തള്ളി നീക്കാൻ പാടുപെടുന്നവർ, ഓരോ ദിവസങ്ങൾ നരകയാതന പോലെ കഴിച്ചു കൂട്ടുന്നവർ, ആരും മിണ്ടാനും പറയാനില്ലാത്തവർ, ഒരു പട്ടിയോ പൂച്ചയൊക്കെ വളർത്തി ചിലപ്പോൾ ഈ പൗരുഷനൊക്കെ കണ്ട് യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഒരുപാട് സന്ദേശമൊക്കെ അതുമാത്രം കണ്ടും കേട്ടിരിക്കുന്നവർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ദൈവത്തിനൊരു പരിപാടിയുണ്ട്. മരുഭൂമിയെ ശരിക്കും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് അതിനെ മരുഭൂമി എന്ന ചീത്തപ്പേര്, ഞാൻ വാക്കുപയോഗിച്ച് തെറ്റിദ്ധരിക്കരുത് കേട്ടോ, അത് മാറ്റിയിട്ട് നല്ല മണ്ണാക്കി വിളഭൂമിയാക്കി മാറ്റാൻ പരിശ്രമിക്കുന്നൊരു ദൈവത്തെ നിങ്ങൾ ഈ വാക്യത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണുന്നു. പോയതൊക്കെ പോട്ടെ, ഉള്ളതുകൊണ്ട് ജീവിക്കാം എന്ന് പറയുന്നവനല്ല ദൈവം. അവൻ്റെ സൃഷ്ടിയിലെ ഈ ഭൂമിയുടെ ഒരു മൺതരി പോലും മരുഭൂമിയായിപ്പോയാൽ അതിനെ ഫലപുഷ്ടിയാക്കാൻ നോക്കുന്നൊരു ദൈവമാണെങ്കിൽ, സൃഷ്ടികളുടെ മണിമകുടമായിരിക്കുന്ന മനുഷ്യൻ മരുഭൂമിക്ക് തുല്യമായി പോയാൽ, ഒറ്റപ്പെട്ടു പോയാൽ, തള്ളപ്പെട്ടു പോയാൽ, ആ മനുഷ്യനെ കരിയാപ്പല പോലെ തള്ളിക്കളയോ? തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളി എന്നൊരുവനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നില്ലേ? അവനെ വസ്ത്രം ധരിപ്പിച്ചും കിരീടം വെപ്പിച്ചും മാന്യതയോടെ പുറത്തു കൊണ്ടുവന്ന് അവതരിപ്പിച്ചവനല്ലേ ദൈവം? അതുകൊണ്ട് ഞാൻ പാഴായി കിടക്കുന്ന മരുഭൂമിയോ വഴിപോലുമില്ലാത്തൊരു നിർജ്ജന പ്രദേശത്തെ നോക്കിക്കൊണ്ടല്ലത് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പല കാരണം കൊണ്ട് വരണ്ടു പോയവരെ, ഇല പൊഴിഞ്ഞവരും വാടിപ്പോയവരും വേരറ്റവരുമായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവരെ, നിങ്ങൾ ഈ വാക്യം നിങ്ങളുടെ സ്വന്തമാക്കൂ. നിങ്ങൾ അടിവരയിടൂ. നിങ്ങൾ ദൈവത്തോട് പറ, എന്നിലും ചിലതൊക്കെ നട്ടുപിടിപ്പിക്കുക, എൻ്റെ കുടുംബത്തിലും ചിലതൊക്കെ പച്ച വെച്ചിരിക്കട്ടെ, ഉണങ്ങിപ്പോയതൊക്കെ വീണ്ടും ഫലം കായ്ച്ച് പൂത്ത് ഇല ചൂടി നിൽക്കുന്നൊരു കാലം എനിക്കും ഉണ്ടാകട്ടെ. എൻ്റെ മരുഭൂമിയെ ചിലതോടെ നട്ടുപിടിപ്പിച്ച് എന്നെ ഒന്നോടെ സജീവമാക്ക്. അങ്ങനെ പ്രാർത്ഥിക്കുക. എൻ്റെ ഭവനത്തെ ഒന്നോടെ സജീവമാക്ക്. എൻ്റെ ജീവിതത്തെ ഒന്നോടെ വേരോട്ടമുള്ള മണ്ണാക്ക്. മനോഹരമാകട്ടെ. തണലും താങ്ങും ഫലവും പൂവും എല്ലാം ഉണ്ടാകട്ടെ. മരവും പൂവൊക്കെ ഉണ്ടെങ്കിലേ പൂമ്പാറ്റയും കിളികളൊക്കെ വരുള്ളൂ. എല്ലാം വരട്ടെ, പറന്നു പോയതെല്ലാം വരട്ടെ, അലങ്കൃതമാകട്ടെ. ഒന്നോടെ ചിന്തിക്ക്, വീണ്ടും വീണ്ടും കേൾക്ക്. അങ്ങനെ തന്നെ ഈ 19-ാം വാക്യത്തിൽ ദൈവം ഭൂമിയിൽ വന്ന് ചെയ്യുന്നത് പോലെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ജീവിതത്തിൽ വന്ന് ചെയ്യട്ടെ. പ്രാർത്ഥിക്ക് ദൈവമക്കളെ, കർത്താവ് ചെയ്യും. ഈ മണ്ണിനോട് ചെയ്തെങ്കിൽ തൻ്റെ കൈവേലയായ കൈപ്പണിയായ എന്നോടും നിങ്ങളോടും ചെയ്യാതിരിക്കുമോ? ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, 19-ാം വാക്യത്തിൽ സിംഹാസനത്തിലിരുന്നു കൊണ്ട് ദൂതന്മാരുടെ അകമ്പടി സേവിച്ച് നിൽക്കുന്ന ഒരു രാജാതിരാജാവിനെ അല്ല ഞങ്ങൾ കണ്ടത്. യെശയ്യാവ് 41:19 ഈ മണ്ണിൽ അധ്വാനിക്കുന്ന ദൈവം, മരം വെച്ച് പിടിപ്പിക്കുന്ന ദൈവം. അപ്പാ, അങ്ങെത്ര മഹാൻ. ഞങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കൂടെ സജീവമാക്കണേ. ഇത് കേൾക്കുന്നവരിൽ ചിലത് നട്ടുപിടിപ്പിച്ചവരെ പച്ച പിടിപ്പിക്കണേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നവരെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.